നമസ്കാരം, വെൽക്കം ടു ഇംഗ്ലീഷ് വാവ്. മൈ നെയിം ഇസ് നിഷാദ്. വേർബുകളില്ലാതെ നമുക്കൊരു സെൻറ്റൻസ് ഇംഗ്ലീഷിൽ ഉണ്ടാക്കാൻ കഴിയില്ല. അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഇംഗ്ലീഷിൽ വേർബ്സ് എന്ന് പറയുന്ന വാക്കുകളുടെ സാന്നിധ്യം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഓരോ വേർബുകൾക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള ഫോംസുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള 3 ഫോമുകളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോംസ് സെൻറ്റൻസുകളിൽ വരുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് കൺഫ്യൂഷനാണ്. ഇത് പ്രസൻറ്റ് ഫോമിലാണോ, അതല്ല പാസ്റ്റ് ഫോമിലാണോ, അതുമല്ല ഇനി അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിലാണോ അത് വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അതിനെ ക്ലിയർ ചെയ്യാനുള്ള ഒരു ക്ലാസ്സാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ നിങ്ങളിത് നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വേർബിൻ്റെ ഫോംസിനെ കുറിച്ചിട്ടുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഒഴിവായി കിട്ടും. ഞാനിവിടെ ഓരോ വേർബുകളുടെയും 3 ഫോംസ് ആദ്യം പറയുന്നുണ്ട്. അതിനുശേഷം ഈ 3 ഫോമുകളും വരത്തക്ക രീതിയിൽ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ സെൻറ്റൻസുകൾ വരുന്നത് എന്ന് പറയാം. ഓക്കെ, സോ ദ ഫസ്റ്റ് വേർബ് ഈസ് സ്പീക്ക്. സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടായിരിക്കും, സ്പീക്ക് എന്നുള്ളത് അതിൻ്റെ ആദ്യത്തെ ഫോമാണ്. നമ്മൾ പറഞ്ഞു പഠിക്കുന്ന സമയത്ത് V1, V2, V3 എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ സ്പീക്ക് എന്നുള്ളത് എന്താണ്? അതിൻ്റെ പ്രസൻറ്റ് ഫോമാണ്. സ്പോക്ക് എന്നുള്ളത് എന്താണ്? അതിൻ്റെ പാസ്റ്റ് ഫോമാണ്. വാട്ട് ഈസ് ദാറ്റ് സ്പോക്കൺ? സ്പോക്കൺ എന്നുള്ളത് അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്നാണ് നമ്മൾ അതിന് ഗ്രാമറിൽ പറയാം. അത് ഞാൻ സെൻറ്റൻസ് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് വ്യക്തമാവും. ഓക്കെ, സോ സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ. ഐ സ്പീക്ക് ഇംഗ്ലീഷ്. ഐ സ്പീക്ക് ഇംഗ്ലീഷ്. ഇവിടെ ഈ സ്പീക്ക് എന്നുള്ളത് ഏത് ഫോമിലാണ് വന്നിട്ടുള്ളത്? ഫസ്റ്റ് ഫോം ഓഫ് ദ വേർബാണ്, അല്ലെങ്കിൽ V1 ഫോമിലാണ് വന്നിട്ടുള്ളത്. മനസ്സിലായോ? സോ ഐ സ്പീക്ക് ഇംഗ്ലീഷ്. ഐ സ്പീക്ക് ഇംഗ്ലീഷ് എന്നുള്ളതിൻ്റെ മീനിങ് കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന സ്വഭാവമുള്ള ഒരാളാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഒരു ഹാബിറ്റാണ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിവുള്ള ഒരാളാണ്. സോ ഐ സ്പീക്ക് ഇംഗ്ലീഷ്. അത് പ്രസൻറ്റിലാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന V1 ഫോമിലാണ് ആ സ്പീക്ക് എന്ന് പറയുന്ന വേർബ് ഈ സെൻറ്റൻസിൽ വന്നിട്ടുള്ളത്. യു അണ്ടർസ്റ്റാൻഡ്? നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കൂ. ഹി സ്പോക്ക് ടു മീ യെസ്റ്റർഡേ. സ്പോക്ക്. സ്പോക്ക് എന്നുള്ളത് ഏതാണ്? നമുക്കറിയാം, 2ാമത്തെ ഫോമിലാണ് വന്നിട്ടുള്ളത്. സോ ഹി സ്പോക്ക് ടു മീ യെസ്റ്റർഡേ. അവൻ എന്നോട് ഇന്നലെ സംസാരിച്ചു, അല്ലെങ്കിൽ സംസാരിച്ചിരുന്നു. ഹി സ്പോക്ക് ടു മീ യെസ്റ്റർഡേ. അപ്പോൾ ഈ സ്പോക്ക് എന്നുള്ളത് ഏതാണ്? സെക്കൻഡ് ഫോമാണ്. അപ്പോൾ ആദ്യം സ്പീക്ക് നമുക്ക് പറയുമ്പോൾ തന്നെ മനസ്സിലാവും, 2ാമത്തെ സ്പോക്ക്, പിന്നെ സ്പോക്കൺ ആണ്. പക്ഷേ എല്ലാ വേർബുകളും ഇങ്ങനെ വ്യത്യസ്തമായുള്ള രൂപത്തിലല്ല വരിക. അതാണ് പലപ്പോഴും നമുക്ക് വേർബുകളുടെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. ഐ സ്പീക്ക് ഇംഗ്ലീഷ്. സ്പീക്ക് എന്നുള്ളത് ഫസ്റ്റ് ഫോം ഓഫ് ദ വേർബ്. ഹി സ്പോക്ക് ടു മീ യെസ്റ്റർഡേ. അവിടെ സ്പോക്ക് എന്നുള്ളത് എന്താണ്? പാസ്റ്റ് ഫോമിലാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? പാസ്റ്റിലാണ് വരിക. അവരെന്നോട് ഇന്നലെ സംസാരിച്ചു. He spoke to me yesterday. Spoke is second form of the verb. ഇനി ഈ സെൻറ്റൻസ് നോക്കൂ. They have spoken to many people. They have spoken to many people. ഇവിടെ സ്പോക്കൺ എന്ന് പറയുന്നത് എന്താണ്? തേർഡ് ഫോം ഓഫ് ദ verb ആണ്. അതായത് ആ 3ാമത്തെ ഫോമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഈ ഹാസ്, ഹാവ് എന്നുള്ളതിൻ്റെയൊക്കെ കൂടെ, അല്ലെങ്കിൽ അതിനുശേഷം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് ഈ തേർഡ് ഫോം ഓഫ് ദ വേർബാണ്. ആ തേർഡ് ഫോം ഓഫ് ദ വേർബിന് നമ്മൾ ഗ്രാമറിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നാണ് പറയുക. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ സെൻറ്റൻസുകൾ ഒന്നുകൂടി നോക്കാം. ഐ സ്പീക്ക് ഇംഗ്ലീഷ്. സ്പീക്ക് ഈസ് ഫസ്റ്റ് ഫോം. ഹി സ്പോക്ക് ടു മീ യെസ്റ്റർഡേ. സ്പോക്ക് ഈസ് സെക്കൻഡ് ഫോം. ദേ ഹാവ് സ്പോക്കൺ ടു മെനി പീപ്പിൾ. സ്പോക്കൺ ഈസ് ദ തേർഡ് ഫോം. ഇംഗ്ലീഷ് ഈസ് സ്പോക്കൺ എവ്രിവെയർ. ഇംഗ്ലീഷ് ഈസ് സ്പോക്കൺ എവരിവെയർ. ഇവിടെ നമ്മൾ സ്പോക്കൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഈ സ്പോക്കൺ എന്താണ്? തേർഡ് ഫോം ഓഫ് ദ വേർബാണ്. അപ്പോൾ ഇവിടെ ഈ സ്പോക്കൺ, ഇംഗ്ലീഷ് ഈസ് സ്പോക്കൺ എന്ന് പറയുന്ന ഈ സെൻറ്റൻസ് പാസീവ് ഫോമിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ പാസീവ് സെൻറ്റൻസിലും ഈ വേർബിൻ്റെ തേർഡ് ഫോം ആയിരിക്കും ഉപയോഗിക്കപ്പെടുക. മനസ്സിലായില്ലേ? സോ ഇംഗ്ലീഷ് ഈസ് സ്പോക്കൺ എവരിവെയർ എന്ന് പറഞ്ഞതിൽ തേർഡ് ഫോം ഓഫ് ദ വേർബാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ചും കൂടി സെൻറ്റൻസുകൾ നോക്കാം. വേർബ് ഇതാണ്: റീഡ്, റെഡ്, റെഡ്. വാട്ട് ഈസ് ഇറ്റ്? റീഡ്, റെഡ്, റെഡ്. നമ്മൾ വായിക്കുക എന്ന് പറയില്ലേ? അപ്പോൾ വായിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് റീഡ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ 3ൻ്റെയും സ്പെല്ലിംഗ് ഒന്ന് തന്നെയാണ്, പക്ഷേ പ്രൊനൗൺസിയേഷൻ ഡിഫറൻ്റ് ആണ്. ഫസ്റ്റ് വൺ ഈസ് റീഡ്, സെക്കൻഡ് വൺ ഈസ് റെഡ്, തേർഡ് വൺ ഈസ് റെഡ്. ഷീ റീഡ്സ് ദ ന്യൂസ് പേപ്പർ എവറി ഡേ. ഷീ റീഡ്സ് ദ ന്യൂസ് പേപ്പർ എവറി ഡേ. ആ റീഡ് എന്നുള്ളത് എന്താണ്? ഫസ്റ്റ് ഫോം ഓഫ് ദ വേർബാണ്. അതിൻ്റെ കൂടെ രസം കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട്. അത് സിമ്പിൾ പ്രസൻറ്റ് ആയതുകൊണ്ടാണ്. സോ ഷീ റീഡ്സ് ദ ന്യൂസ് പേപ്പർ എവറി ഡേ. വേർബ് ഇസ് യൂസ്ഡ് ഇൻ ദ ഫസ്റ്റ് ഫോം. ഷീ റീഡ്സ് ദ ന്യൂസ് പേപ്പർ എവറി ഡേ. ഐ റെഡ് ആൻ ഇൻട്രസ്റ്റിംഗ് ബുക്ക് ലാസ്റ്റ് മന്ത്. ഞാൻ കഴിഞ്ഞ മാസം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബുക്ക് വായിച്ചു. ഇവിടെ റെഡ് എന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഈസ്
പാസ്റ്റ് ഫോമിലാണ് അല്ലെങ്കിൽ V2 ഫോമിലാണ് നമ്മൾ ആ റെഡ് എന്നുള്ളത് ഉപയോഗിക്കുന്നത്. ഐ റെഡ് ആൻ ഇൻട്രസ്റ്റിംഗ് ബുക്ക് ലാസ്റ്റ് മന്ത്. ഓക്കെ, അടുത്ത സെൻറ്റൻസ് നോക്കൂ. ഐ ഹാവ് റെഡ് ഓൾ ദ ഡീറ്റെയിൽസ്. ഐ ഹാവ് റെഡ് ഓൾ ദ ഡീറ്റെയിൽസ്. അങ്ങനെ പറഞ്ഞാൽ എന്താ, ഞാൻ എല്ലാ ഡീറ്റെയിൽസും വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഹാവിന് ശേഷമാണ് എന്ത് ഉപയോഗിക്കുന്നത്, ആ വേർബിൻ്റെ ഫോം ഉപയോഗിക്കുന്നത്, റെഡ് എന്നുള്ളത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് സെക്കൻഡ് ഫോം അല്ല, അത് എന്ത് ഫോമാണ്, തേർഡ് ഫോം ആയിട്ടാണ് വന്നിട്ടുള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഹാസിനും ഹാവിനും ശേഷമൊക്കെ എപ്പോഴും ഏത് ഫോമാണ് വരിക, തേർഡ് ഫോം ഓഫ് ദ വേർബാണ് വരിക. ഓക്കെ, വൺസ് അഗെയിൻ, ഷീ റീഡ്സ് ദ ന്യൂസ് പേപ്പർ എവറി ഡേ. റീഡ് ഈസ് ദ ഫസ്റ്റ് ഫോം. I read an interesting book last month. Read is the second form. I have read all the details. Read is the third form. This novel is widely read. This novel is widely read. എന്താണ് ഇതിൻ്റെ മീനിങ്? ഈ നോവൽ വൈഡ്ലി, അതായത് പരക്കെ വായിക്കപ്പെടുന്നു. ഈ നോവൽ പരക്കെ വായിക്കപ്പെടുന്നു. അപ്പോൾ ഇവിടെ വായിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് പാസീവ് വോയിസിലാണ്. അപ്പോൾ അവിടെ ഈ റെഡ് എന്ന് പറയുന്നത് എന്താണ്, അതൊരു പാസീവ് വോയിസിലാണ്, തേർഡ് ഫോമിലാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു പാസീവ് വോയിസിൽ ഈ വേർബുകൾ വരുന്നതൊക്കെ എന്തായിരിക്കും, തേർഡ് ഫോമിലായിരിക്കും. ഓക്കെ, സോ ദിസ് നോവൽ ഈസ് വൈഡ്ലി റെഡ്. അപ്പോൾ അത് റെഡ് എന്നാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ടത്, അല്ലാതെ എന്തല്ല, റീഡ് എന്നല്ല പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ഓക്കെ, ദിസ് നോവൽ ഈസ് വൈഡ്ലി റെഡ്. അടുത്ത വേർബ് കോൾ, കോൾഡ്, കോൾഡ്. കോൾ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് എല്ലാവർക്കും അറിയാം, വിളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കോൾ സെക്കൻഡ് ഫോം, കോൾഡ് തേർഡ് ഫോം അഗെയിൻ കോൾഡ്. ഹി ഡസൻ കോൾ ഹിസ് ഫ്രണ്ട്സ്. ഹി ഡസൻ കോൾ ഹിസ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ, അവൻ അവൻ്റെ സുഹൃത്തുക്കളെ വിളിക്കാറില്ല. അപ്പോൾ ഡസൻറ്റ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് നമ്മളവിടെ കോൾ പറയുന്നത്. അതെന്താണ്, ഫസ്റ്റ് ഫോം ഓഫ് ദ വേർബാണ്. ഡസൻറ്റ് കോൾ ഹിസ് ഫ്രണ്ട്സ്, അത് സിമ്പിൾ പ്രസൻറ്റിൻ്റെ ഒരു നെഗറ്റീവ് ഫോമാണ് കേട്ടോ. സോ ഹി ഡസൻറ്റ് കോൾ ഹിസ് ഫ്രണ്ട്സ്. കോൾ ഈസ് ഫസ്റ്റ് ഫോം. ഷീ കോൾഡ് ഹെർ ബ്രദർ ലാസ്റ്റ് ഡേ. ഷീ കോൾഡ് ഹെർ ബ്രദർ ലാസ്റ്റ് ഡേ. അവിടെ കോൾഡ് എന്ന് പറഞ്ഞത് എന്താണ്, സെക്കൻഡ് ഫോം ഓഫ് ദ വേർബാണ് അല്ലേ, പാസ്റ്റിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പാസ്റ്റിൽ ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഈ കോൾഡ് എന്ന് പറഞ്ഞ സെക്കൻഡ് ഫോം. സോ ഷീ കോൾഡ് ഹെർ ബ്രദർ ലാസ്റ്റ് ഡേ. കഴിഞ്ഞ ദിവസം അവൾ ആരെ വിളിച്ചു, അവളുടെ ബ്രദറിനെ വിളിച്ചു. കോൾഡ് ഈസ് പാസ്റ്റ്. നോ വൺ ഹാഡ് കോൾഡ് മീ. നോ വൺ ഹാഡ് കോൾഡ് മീ. ആരും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കൂ, നമ്മൾ നേരത്തെ ഹാസിനും ഹാവിനും ശേഷമാണ് എന്ത് വന്നത്, തേർഡ് ഫോം ഓഫ് ദ വേർബ് വന്നത്. ഇവിടെ ഹാഡ് എന്ന് പറഞ്ഞു അല്ലേ, നോ വൺ ഹാഡ് കോൾഡ് മീ. മീനിങ് എന്താണ്, ആരും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഹാഡിന് ശേഷവും നമ്മൾ ഏതാണ് ഉപയോഗിക്കുക, തേർഡ് ഫോം ഓഫ് ദ വേർബാണ്. ഇത് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു ടെൻസ് ആണ് കേട്ടോ. സോ നോ വൺ ഹാഡ് കോൾഡ് മീ, കോൾഡ് ഈസ് തേർഡ് ഫോം. ഹി ഹാസ് ബീൻ കോൾഡ് ടു ദ സ്റ്റേഷൻ. ഹി ഹാസ് ബീൻ കോൾഡ് ടു ദ സ്റ്റേഷൻ. ഇത് ഒരു പാസീവ് സെൻറ്റൻസ് ആണ്, അവനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പാസീവ് വോയിസിൽ വരുന്ന സമയത്ത് ഏതാണ് വരിക, കോൾഡ് എന്ന് പറയുന്നത് തേർഡ് ഫോം ഓഫ് ദ വേർബാണ്. ഓക്കെ, ഹി ഹാസ് ബീൻ കോൾഡ് ടു ദ സ്റ്റേഷൻ. കോൾഡ്, കോൾഡ്, കോൾഡ്. നെക്സ്റ്റ് വേർബ് ടീച്ച്, ടോട്ട്, ടോട്ട്. എന്താ ടീച്ച് എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. ടീച്ച്, അതിൻ്റെ പാസ്റ്റ് എന്താണ്, ടോട്ട്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താ, അതും ടോട്ട് എന്ന് തന്നെയാണ്. സോ ടീച്ച്, ടോട്ട്, ടോട്ട്. ഐ ടീച്ച് ഇംഗ്ലീഷ്. ഐ ടീച്ച് ഇംഗ്ലീഷ്. വാട്ട് ഈസ് ടീച്ച്? ടീച്ച് എന്നുള്ളത് ഫസ്റ്റ് ഫോം ഓഫ് ദ വേർബാണ് അല്ലേ, ഞാൻ ഇംഗ്ലീഷാണ് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ പഠിപ്പിക്കാറുള്ളത്. ഐ ടീച്ച് ഇംഗ്ലീഷ്. ഹി ടോട്ട് മീ എ ഗ്രേറ്റ് ലെസൺ. ഹി ടോട്ട് മീ എ ഗ്രേറ്റ് ലെസൺ. വാട്ട് ഈസ് ടോട്ട് ദർ? ടോട്ട് ഈസ് ഗിവൺ ഇൻ ദ സെക്കൻഡ് ഫോം. അവിടെ ടോട്ട് എന്നുള്ളത് എന്താണ്, സെക്കൻഡ് ഫോം ഓഫ് ദ വേർബാണ്. എന്താണ് ആ സെന്റൻസിന്റെ മീനിങ്? ഹി ടോട്ട് മീ എ ഗ്രേറ്റ് ലെസൺ എന്ന് പറഞ്ഞാൽ എന്താണ്, അദ്ദേഹം എന്നെ വലിയൊരു പാഠം പഠിപ്പിച്ചു. അപ്പോൾ ഇത് പാസ്റ്റിലാണ് പഠിപ്പിച്ചത് അല്ലേ, അതുകൊണ്ടാണ് നമ്മൾ അവിടെ ടോട്ട് എന്നുള്ള സെക്കൻഡ് ഫോം ഓഫ് ദ വേർബ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഹി ടോട്ട് മീ എ ഗ്രേറ്റ് ലെസൺ. ഷീ ഹാസ് ടോട്ട് ഹൺഡ്രഡ്സ് ഓഫ് സ്റ്റുഡൻസ്. ഷീ ഹാസ് ടോട്ട് ഹൺഡ്രഡ്സ് ഓഫ് സ്റ്റുഡൻസ്. എന്താ അങ്ങനെ പറഞ്ഞാൽ, അവൾ 100 കണക്കിന് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഹാസിന് ശേഷമാണ് നമ്മൾ പറഞ്ഞത് അല്ലേ, അപ്പോൾ അതെന്താണ്, തേർഡ് ഫോം ഓഫ് ദ വേർബാണ്. അവൾ 100 കണക്കിന് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ടീച്ച്, ടോട്ട്, ടോട്ട്. അതെങ്ങനെയാണ് സെൻറ്റൻസുകളിൽ വരിക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി നമുക്കത് എങ്ങനെയാണ് പാസീവ് വോയിസിൽ വരിക എന്നുള്ളത് നോക്കാം. ഐ വാസ് ടോട്ട് ഇംഗ്ലീഷ് വെരി വെൽ. ഐ വാസ് ടോട്ട് ഇംഗ്ലീഷ് വെരി വെൽ. ഇത് പാസീവ് വോയിസ് ആണ്. എന്താ അങ്ങനെ പറഞ്ഞാൽ, ഇവിടെ എന്നെ ഇംഗ്ലീഷ് നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. പാസീവ് വോയിസിൽ എപ്പോഴും തേർഡ് ഫോം ഓഫ് ദ വേർബാണ്. അപ്പോൾ ഈ സെൻറ്റൻസിൻ്റെ മീനിങ് എന്താണ്, ഐ വാസ് ടോട്ട് ഇംഗ്ലീഷ് വെരി വെൽ. എന്നെ ഇംഗ്ലീഷ് നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. വേറെ ആരോ പഠിപ്പിച്ച കാര്യമാണ്. സോ ഐ വാസ് ടോട്ട്, ആ വാസ് എന്ന് പറഞ്ഞതിന് ശേഷം ടോട്ട് എന്നുള്ളത് തേർഡ് ഫോം ഓഫ് ദ വേർബാണ്. ഓക്കെ, നെക്സ്റ്റ് വേർബ് ഗോ, വെൻറ്റ്,
gone. Go, went, gone. Go എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം പോവുക എന്നുള്ള അർത്ഥത്തിൽ. Went എന്ന് പറഞ്ഞാൽ പോയി. പിന്നെ gone എന്ന് പറയുന്നത് നമ്മൾ has gone, have gone എന്ന് പറയാറുണ്ട് അല്ലേ. സോ go ഫസ്റ്റ് ഫോം ഓഫ് ദ വേർബ് എങ്ങനെ ഉപയോഗിക്കുക? ഷീ ഗോസ് ടു ദ ജിം. ഷീ ഗോസ് ടു ദ ജിം എന്ന് പറഞ്ഞാൽ എന്താ? അവൾ ജിമ്മിൽ പോകാറുണ്ട്, പോകുന്ന സ്വഭാവമുണ്ട്, പതിവായിട്ട് പോകാറുണ്ട് എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ഗോ എന്ന് പറഞ്ഞതിൻ്റെ കൂടെ സിമ്പിൾ പ്രസൻറ്റ് ആയതുകൊണ്ട് നമ്മൾ റെസ് ഫോമും കൂടി ആഡ് ചെയ്തതാണ്. സോ ഷീ ഗോസ് ടു ദ ജിം, ഫസ്റ്റ് ഫോം ഓഫ് ദ വേർബ്. I went to a film last month. I went to a film last month. Went is the second form of the verb. I went. ഞാൻ കഴിഞ്ഞ മാസം പോയി. അപ്പോൾ പോയി എന്ന് പറയുമ്പോൾ പാസ്റ്റ് ആണ്. സോ സെക്കൻഡ് ഫോം ഓഫ് ദ verb went. They have gone to Mumbai. They have gone to Mumbai. അവരെങ്ങോട്ട് പോയിട്ടുണ്ട്? അവർ മുംബൈയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഹാവിന് ശേഷമാണ് ഉപയോഗിച്ചിട്ടുള്ളത്, പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഗോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. ഓക്കെ, ഗോ, വെന്റ്, ഗോൺ. ഇപ്പോൾ നമ്മൾ ഗോ എന്ന് പറഞ്ഞ ആ വേർബിൻ്റെ തേർഡ് ഫോം ഗോൺ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഗോൺ വെച്ചിട്ടൊരു പാസീവ് സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റുമോ? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എല്ലാ വേർബുകളും നമുക്ക് എന്തിൽ ഉപയോഗിക്കാൻ കഴിയില്ല? പാസീവ് വോയിസിൽ ഉപയോഗിക്കാൻ കഴിയില്ല. അത് വേറെ വിഷയമാണ്, നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഗോൺ എന്നുള്ളതിന് എന്തില്ല? അതിന് പാസീവ് വോയിസിൽ നമുക്ക് സെൻറ്റൻസ് ഇല്ല എന്ന് തൽക്കാലം മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത വേർബ് നോക്കൂ. സെൻഡ്, സെൻഡ്, സെൻഡ്. സെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? അയക്കുക. അയച്ചു കഴിഞ്ഞതാണെന്നുണ്ടെങ്കിൽ SENT ആണ് കേട്ടോ. ആദ്യത്തെ ഫോം എന്താണ്? SEND ആണ്. ഓക്കെ, സോ സെൻഡ്, സെൻഡ്, സെൻഡ്. ഒരു എക്സാമ്പിൾ പറയാം. ദേ സെൻഡ് പാർസൽ ഓൺ വീക്കെൻഡ്സ്. ദേ സെൻഡ് പാർസൽ ഓൺ വീക്കെൻഡ്സ്. അപ്പോൾ അവിടെ SEND ആണ്. അപ്പോൾ അത് ഫസ്റ്റ് ഫോം ഓഫ് ദ വേർബാണ് അവിടെ സെൻഡ് എന്നുള്ളത് ഉപയോഗിച്ചിട്ടുള്ളത്. അവർ പാർസൽ സെൻഡ് ചെയ്യാറുള്ളത് വീക്കെൻഡിലാണെന്നുള്ളതാണ് ആ സെൻറ്റൻസിൻ്റെ മീനിങ്. ഓക്കെ, ദേ സെൻഡ് പാർസൽ ഓൺ വീക്കെൻഡ്സ്. She sent a gift to her friend. What is that? She sent a gift to her friend. അവിടെ സെൻറ്റ് എന്നുള്ളത് SENT ആണ്. അപ്പോൾ അത് പാസ്റ്റിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അതായത് സെക്കൻഡ് ഫോം ഓഫ് ദ വേർബാണ്. She sent a gift to her friend. നെക്സ്റ്റ് സെൻറ്റൻസ്. I have sent it just now. I have sent it just now. ഹാവിന് ശേഷമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഏത് ഫോമാണ്? തേർഡ് ഫോം ഓഫ് ദ വേർബാണ്. I have sent it just now എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ജസ്റ്റ് അയച്ചിട്ടുണ്ട്, അയച്ചു കഴിഞ്ഞു, ജസ്റ്റ് കംപ്ലീറ്റഡ് ആണ്. സോ ഐ ഹാവ് സെൻറ്റ് എന്ന് പറയുന്നതിൽ സെൻറ്റ് എന്താണ്? തേർഡ് ഫോം ഓഫ് ദ വേർബാണ്. ഇറ്റ് വാസ് സെൻറ്റ് 2 months ago. ഇറ്റ് വാസ് സെൻറ്റ് പാസീവ് വോയിസ് ആണ് കേട്ടോ. ഇറ്റ് വാസ് സെൻറ്റ് 2 months ago. അത് 2 മാസങ്ങൾക്ക് മുമ്പേ അയക്കപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ആ വാസിന് ശേഷം നമ്മൾ തേർഡ് ഫോം ഓഫ് ദ വേർബാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സോ സെൻറ്റ്, സെൻറ്റ്, സെൻറ്റ്. ലാസ്റ്റ് ഫോം ഇറ്റ് വാസ് സെൻറ്റ് 2 months ago. ആസ്ക്, ആസ്ക്ഡ്, ആസ്ക്ഡ്. ആസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ചോദിക്കാം. സോ ആസ്കിൻ്റെ സെക്കൻഡ് ഫോം എന്താണ്? ആസ്ക്ഡ്. തേർഡ് ഫോം എന്താ? വീണ്ടും ആസ്ക്ഡ്. ആസ്ക്, ആസ്ക്ഡ്, ആസ്ക്ഡ്. ഐ ആസ്ക് ക്വസ്റ്റ്യൻസ് ഇൻ ദ ക്ലാസ്. എന്താ അങ്ങനെ പറഞ്ഞാൽ? ഞാൻ ക്ലാസ്സിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അവിടെ ആസ്ക് എന്നുള്ളത് എന്താണ്? ഫസ്റ്റ് ഫോം ഓഫ് ദ വേർബാണ്. ഷീ ആസ്ക്ഡ് 1 serious question. ഷീ ആസ്ക്ഡ് 1 serious question. അവൾ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചു. ആസ്ക്ഡ് എന്നുള്ളത് എന്താണ്? സെക്കൻഡ് ഫോം ഓഫ് ദ വേർബാണ്. അത് പാസ്റ്റ് ടെൻസിലാണ് തന്നിട്ടുള്ളത്. ദേ ഹാവ് ആസ്ക്ഡ് ഫോർ 1000 rupees. അവർ 1000 രൂപ ചോദിച്ചിട്ടുണ്ട്. ദേ ഹാവ് ആസ്ക്ഡ്. ഹാവിന് ശേഷമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഏതാണ് ഫോം? തേർഡ് ഫോമാണ്. ദേ ഹാവ് ആസ്ക്ഡ്. ആസ്ക്ഡ് ഈസ് തേർഡ് ഫോം. ദേ ഹാവ് ആസ്ക്ഡ് ഫോർ 1000 rupees. ഐ ഹാവ് ബീൻ ആസ്ക്ഡ് ടു റിട്ടേൺ. ഐ ഹാവ് ബീൻ ആസ്ക്ഡ് ടു റിട്ടേൺ. ആസ്ക്ഡ് എന്നുള്ളത് അവിടെ എന്താണ്? തേർഡ് ഫോമാണ്. അത് പാസീവ് വോയിസിലാണ് തന്നിട്ടുള്ളത്. ഐ ഹാവ് ബീൻ ആസ്ക്ഡ് ടു റിട്ടേൺ മീനിങ് എന്നോട് തിരിക്കാൻ അല്ലെങ്കിൽ തിരിച്ചു വരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റാരോ ആവശ്യപ്പെട്ടതാണ്. അതാണ് പാസീവ് വോയിസ്. ഐ ഹാവ് ബീൻ ആസ്ക്ഡ്. ആസ്ക്ഡ് എന്താണ്? തേർഡ് ഫോം ഓഫ് ദ വേർബാണ്. ഓക്കെ, ആൻഡ് ദ ഫൈനൽ വൺ. പ്ലേ, പ്ലേഡ്, പ്ലേഡ്. കളിക്കുക എന്നുള്ള അർത്ഥത്തിൽ. പ്ലേ, പ്ലേഡ്, പ്ലേഡ്. ദേ പ്ലേ ഫുട്ബോൾ എവറി ഡേ. അവരെല്ലാ ദിവസവും ഫുട്ബോൾ കളിക്കാറുണ്ട്. പ്ലേ എന്നുള്ളത് ഏതാണ്? ഫസ്റ്റ് ഫോം ഓഫ് ദ വേർബാണ്. ഹി പ്ലേഡ് വെരി വെൽ. ഹി പ്ലേഡ് വെരി വെൽ. പ്ലേഡ് എന്നുള്ളത് ഏതാണ്? സെക്കൻഡ് ഫോമാണ്. അവൻ നന്നായിട്ട് കളിച്ചു, കളിച്ചു കഴിഞ്ഞതാണ് അല്ലേ. സോ സെക്കൻഡ് ഫോമാണ്, പാസ്റ്റ് ആണ്. ഹി പ്ലേഡ് വെരി വെൽ. ഹി ഹാഡ് പ്ലേഡ് ക്രിക്കറ്റ് ബിഫോർ ഹി പ്ലേഡ് ഫുട്ബോൾ. ഹി ഹാഡ് പ്ലേഡ് ക്രിക്കറ്റ് ബിഫോർ ഹി പ്ലേഡ് ഫുട്ബോൾ. ഈ സെൻറ്റൻസ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. ഹി ഹാഡ് പ്ലേഡ്. ആ ഹാഡിന് ശേഷം ഉപയോഗിച്ചത് ഏതാണ്? ഹാഡിന് ശേഷം ഉപയോഗിച്ചത് തേർഡ് ഫോം ഓഫ് ദ വേർബാണ്. ഹാസ്, ഹാവ്, ഹാഡ്. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് തേർഡ് ഫോം ഓഫ് ദ വേർബാണ്. അപ്പോൾ അവന് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടായിരുന്നു. ഹി ഹാഡ് പ്ലേഡ് ക്രിക്കറ്റ്. എപ്പോൾ? ബിഫോർ ഹി പ്ലേഡ്
ഫുട്ബോൾ. അതായത് ഫുട്ബോൾ കളിക്കുന്നതിന് മുൻപേ എന്താണ് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടായിരുന്നു. സോ ഹി ഹാഡ് പ്ലേഡ്. ആ ഹാഡ് പ്ലേഡ് എന്നുള്ളത് ഏതാണ്? ഹാഡിന് ശേഷം ഉപയോഗിച്ച പ്ലേഡ് എന്താണ്? തേർഡ് ഫോം ഓഫ് ദ വേർബാണ്. ബിഫോർ ഹീ പ്ലേഡ്. ആ ബിഫോർ ഹീ എന്നതിന് ശേഷം ഉപയോഗിച്ചിട്ടുള്ളത് ഏതാണ്? സെക്കൻഡ് ഫോം ഓഫ് ദ വേർബാണ്. അത് സിമ്പിൾ പാസ്റ്റിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഹി ഹാഡ് പ്ലേഡ്. പ്ലേഡ് ഈസ് തേർഡ് ഫോം. ബിഫോർ ഹീ പ്ലേഡ്. പ്ലേഡ് ഈസ് സെക്കൻഡ് ഫോം ഓഫ് ദ വേർബ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് വേർബുകളുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോംസ് സെൻറ്റൻസുകളിൽ പ്രത്യക്ഷപ്പെടുന്ന രീതി. നമ്മുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുണ്ട്. സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാതെ നമുക്കൊരാൾക്കും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഓഫർ ചെയ്യുന്ന കോഴ്സിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്പീക്കിംഗ് പ്രാക്ടീസുകളാണ്. 1-to-1 സ്പീക്കിംഗ് പ്രാക്ടീസുകളാണ്. അത് ഇൻ്റർമീഡിയറ്റ് ലെവലിലും അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് സ്പീക്കിംഗ് ലെവലിലൊക്കെ ഉള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു ജോയിൻ ദ കോഴ്സ്, ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്യാം. Thank you. We'll see in another class. Bye bye.